ദൈവത്തിന് മഹത്വം. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാക്യത്തിൽ ആദ്യത്തെ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ. സ്തോത്രം. എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? അതിലൊരു വാക്ക് ഇങ്ങനെയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അങ്ങനെ നാം ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി നിന്ന് വിശുദ്ധിയും വേർപാടുകളൊക്കെ നമ്മൾ ആചരിച്ചുകൊണ്ട്, ദൈവത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ, ഒരു കുടുംബമാകട്ടെ, സഭയാകട്ടെ, കടന്നു വരുന്ന ഏതു തിന്മയും ദൈവം അത് നന്മയിലേക്ക് കൊണ്ടുവരുവാനിടയാകും. സ്തോത്രം. നാം എപ്പോഴും കണ്ടുവരാറുള്ളൊരു കാര്യമാണ്, ഈ വലിയ കാറ്റ് നമ്മുടെ ദേശത്തൊക്കെ ആഞ്ഞടിക്കുമ്പോൾ, കൊടുങ്കാറ്റാകാം, ചുഴലിക്കാറ്റാകാം, ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അനേകം മരങ്ങൾ ഇങ്ങനെ ആടി ഉലയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനകത്തൊരു ശാസ്ത്രീയ നാമമുണ്ട്. ഈ മരങ്ങളെല്ലാം ഇങ്ങനെ ആടി ഉലയുമ്പോൾ, സ്തോത്രം, അതിൻ്റെ അടിവേരുകൾക്കെല്ലാം ഇളക്കം തട്ടും, മണ്ണുകൾക്ക് വരെ ഇളക്കം തട്ടും. ആ ഇളക്കം തട്ടുമ്പോൾ ആ അടിവേര് വീണ്ടും ആഴത്തിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുവാനിടയാകും. സ്തോത്രം. അപ്പം ആ കാറ്റ് ആ മരങ്ങൾക്ക് മനുഷ്യൻ നോക്കുമ്പോൾ അത് തിന്മയാണെന്ന് തോന്നാം, പക്ഷേ അത് നന്മയാണെന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം: അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. അപ്പോൾ ഈ പ്രതിസന്ധി മുഴുവനും നാം അവനിൽ നമ്മൾ വേരൂന്നി വളരുവാൻ വേണ്ടിയാണെന്നുള്ളത് ഇന്ന് ഈ വാക്ക് കേൾക്കുന്ന ദൈവമക്കൾ വിശ്വസിപ്പാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 107-24 വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ പ്രവൃത്തികളെ ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. അപ്പോൾ ഏത് ആഴിയുടെ അനുഭവമാണെങ്കിലും ദൈവം അതിനകത്തൊരു നന്മ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരു അത്ഭുതം അവിടെ വെച്ചിട്ടുണ്ട്. ആ അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത്. ആമേൻ, ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ ഈ സംഭവിക്കുന്ന പ്രശ്നത്തെ ഓർത്ത് ഭാരപ്പെടരുത്, വേദനിക്കരുത്. അതിനകത്തൊരു നന്മ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് വിശ്വസിക്കുക. അത് ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരുവാൻ സമയമായി. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.